ലോകമെമ്പാടുമുള്ള കളിയാരാധകരിൽ ഭൂരിഭാഗവും ഫുട്ബോളിന്റെ പര്യായമായി നെഞ്ചിലേറ്റുന്ന ടീം. 3 ഫിഫ ലോക കിരീടങ്ങളുമായി കാൽപന്ത് കളിയുടെ കാൽപ്പനിക വിഹായസിൽ കവിത രചിക്കുന്ന നീലക്കുരുവികളുടെ സംഘം. അന്താരാഷ്ട്ര ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന പോരാളികളുടെ ഹൃദയതാളം. സ്റ്റെഫാനോയുടെ, മറഡോണയുടെ, മെസ്സിയുടെ സ്വന്തം അർജന്റീന. ലോക കിരീടവും ശിരസിലേറ്റി ലയണൽ മെസ്സിയും സംഘവും അമേരിക്കൻ ലോകകപ്പിൽ ബൂട്ട് കെട്ടുന്നത് ചരിത്രത്താളുകളിൽ പുതിയ അധ്യായം എഴുതിച്ചേർക്കുന്നതിനു വേണ്ടിയാണ്. ലോകകപ്പ് നിലനിർത്തുന്ന ചരിത്രത്തിലെ 3ാമത്തെ മാത്രം ടീമാകുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം. ലോക റാങ്കിങ്ങിലെ 1ാം സ്ഥാനക്കാരായി ഫോമിന്റെ പരകോടിയിൽ നിൽക്കുന്ന അവർക്ക് ആ സ്വപ്ന സാക്ഷാത്കാരം എന്നത് അസാധ്യമായ ഒന്നല്ല. ലയണൽ സ്കലോണി എന്ന തന്ത്രശാലിയായ പരിശീലകന് കീഴിൽ പരിചയസമ്പന്നരുടെയും യുവാക്കളുടെയും സന്തുലിതമായ ഒരു നിരയുമായാണ് അർജന്റീന ടൂർണമെന്റിനെത്തിയിരിക്കുന്നത്. 6ാം ലോകകപ്പ് കളിക്കുന്ന നായകൻ മെസ്സി തന്നെയാണ് അർജന്റീൻ ടീമിന്റെ നട്ടെല്ല്. എമിലിയാനോ മാർട്ടിനസ്, നിക്കോളാസ് ഓട്ടമെന്റി, റോഡ്രിഗോ ഡി പോൾ, ലൗട്ടാരോ മാർട്ടിനസ് എന്നീ മുതിർന്ന താരങ്ങൾക്കൊപ്പം തിയാഗോ അൽമാഡ, നിക്കോപാസ് എന്നീ യുവതാരങ്ങൾ കൂടി ഒന്നിക്കുമ്പോൾ എതിരാളികളെ ഭയപ്പെടുത്തുന്ന ചാമ്പ്യൻ നിരയായി അർജന്റീന മാറുന്നു. മെസ്സിയെ മാത്രം ആശ്രയിക്കുന്ന സംഘമെന്ന നിലയിൽ നിന്നും ഒത്തിണക്കവും കേളി മികവും കൊണ്ട് സ്വയം അടയാളപ്പെടുത്തുന്ന മാച്ച് വിന്നർമാരുടെ ഒരു ടീമെന്ന നിലയിലേക്ക് അർജന്റീനയെ മാറ്റിയെടുത്തത് തീർച്ചയായും ലയണൽ സ്കലോണിയുടെ തന്ത്രങ്ങളാണ്. 2022 ഖത്തറിൽ മെസ്സിക്ക് വേണ്ടി കപ്പുയർത്താൻ വ്രതമെടുത്ത് പോരിനിറങ്ങിയ നീലപ്പടയുടെ കുറച്ചുകൂടി പരിഷ്കരിച്ച പതിപ്പിനെയാണ് ഇക്കുറി സ്കലോണി വാർത്തെടുത്തിരിക്കുന്നത്. ഖത്തർ ലോകകപ്പ് വിജയത്തിന് ശേഷം യോഗ്യതാ റൗണ്ട് ഉൾപ്പെടെ കളിച്ച 37 മത്സരങ്ങളിൽ വെറും 5 തോൽവികൾ മാത്രമാണ് അർജന്റീനയ്ക്ക് നേരിടേണ്ടി വന്നത്. യോഗ്യതാ റൗണ്ടിൽ 8 ഗോളുകളുമായി മുന്നിൽ നിന്ന് നയിച്ചുവെങ്കിലും മെസ്സി ഇല്ലാതെയാണ് അർജന്റീന ബ്രസീലിനെ മുട്ടുകുത്തിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. 4-4-2 എന്ന ശൈലിയാണ് സ്കലോണിക്ക് പഥ്യമെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ 4-3-3 എന്ന ആക്രമണോത്സുകമായ ശൈലിയിലേക്ക് ടീമിനെ പരിവർത്തനം ചെയ്യാൻ അദ്ദേഹത്തിന് അനായാസം സാധിക്കും. മെസ്സിക്കൊപ്പം ജൂലിയൻ അൽവാരസിനാകും അർജന്റീന ആക്രമണത്തിന്റെ പ്രധാന ചുമതല. മാർട്ടിനസ്, അൽമാഡ, നിക്കോ ഗോൺസാലസ് എന്നിവരും ആക്രമണ നിരയ്ക്ക് കരുത്ത് പകരും. എൻസോ ഫെർണാണ്ടസ്, അലക്സ് മെക്കലിസ്റ്റർ, ലിയാൻഡ്രോ പാരഡൈസ് എന്നിവർ മധ്യനിരയുടെ കരുത്താകും. ഡീപോൾ, നിക്കോപാസ് എന്നിവർ മുന്നേറ്റ നിരയുടെയും മധ്യനിരയുടെയും അതിർവരമ്പുകളിൽ മൈതാനത്ത് പറന്നു നിൽക്കും. ഒട്ടമെന്റി, ക്രിസ്റ്റ്യൻ റൊമാറോ, നിക്കോൾ ഡാക്ലിയാഫിക്കോ, നഹൂൽ മൊളീനോ എന്നിവർ പ്രതിരോധ നിരയിൽ അണിനിരക്കും. മാർക്കോ സെനസിക്കും കൃത്യമായ സമയത്ത് അവസരം ലഭിക്കും. എമിലിയാനോ മാർട്ടിനസ് തന്നെയാകും ഗോൾ വല കാക്കുക. അമേരിക്കയിൽ അർജന്റീന കളിക്കുന്നത് തങ്ങളുടെ 19ാമത്തെ ലോകകപ്പാണ്. 1978 സ്വന്തം നാട്ടിൽ സെസാർ ലൂയി മെനോട്ടി മെനഞ്ഞെടുത്ത ടീമാണ് അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യമായി ലോക കിരീടത്തിൽ മുത്തമിട്ടത്. 86 ഇതിഹാസ താരം ഡീഗോ മറഡോണ നയിച്ച ടീം 2ാം കിരീടം ചൂടി. 4ാം കിരീടം ലക്ഷ്യമിട്ട ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ ഫുട്ബോൾ ടീം അമേരിക്കൻ മൈതാനങ്ങളിൽ പന്ത് തട്ടുമ്പോൾ പുൽപ്പടർപ്പുകളിൽ നീലജ്വാലകൾ പടരുമെന്നത് നിശ്ചയം.